നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി തന്നെ നമ്മുടെ സംസ്ഥാനത്ത് പല ജില്ലകളിലും അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. റെഡ് അലേർട്ട് അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. വയനാടും തൃശ്ശൂരൊക്കെ കഴിഞ്ഞ ദിവസം അതിശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് വയനാട് ഇന്ന് പുലർച്ചെ അതിശക്തമായ ഉരുൾപൊട്ടലിൽ 51ഓളം ആളുകൾ, ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് 51ഓളം ആളുകളാണ് അവിടെ മരണപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഈ ഒരു രക്ഷപ്പെട്ടവർക്ക് അത് വിവരിക്കാൻ പോലും സാധിക്കുന്നില്ല. ഒരു നിമിഷം കൊണ്ടാണ് തങ്ങളുടെ കൺമുൻപിൽ വെച്ചിട്ട് തങ്ങളുടെ ഉറ്റവരും അതുപോലെ തന്നെ സുഹൃത്തുക്കളും അയൽവാസികളെല്ലാം ഒരു നിമിഷം നേരം കൊണ്ടാണ് ഈ ഉരുൾപൊട്ടലിലുള്ള മഴവെള്ളപ്പാച്ചിലിൽ എല്ലാം അവരെ കൊണ്ടുപോയത്. ഇപ്പോഴും അതിശക്തമായ മഴ, വീടിനുള്ളിൽ ഉറക്കത്തിലായിരുന്നവർ അറിഞ്ഞില്ല എന്താണ് ചുറ്റും സംഭവിക്കുന്നതെന്ന്. ഞെട്ടി ഉണർന്നപ്പോൾ പലരും കഴുത്തറ്റം ചെളിയിൽ മുങ്ങിയിരുന്നു. അർദ്ധരാത്രി 2:30-ഓടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായ വിവരം ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആളുകളിലേക്ക് അത് അറിയിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. പലരും ഉറക്കത്തിലായിരുന്നു, മാത്രമല്ല വളരെ ഇരുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കനത്ത മഴയും ഇരുട്ടും കാരണം എന്താണ് സംഭവിച്ചതെന്നോ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടായിരുന്നെന്നോ മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. കാണുന്നിടത്തെല്ലാം അവർ കാണുമ്പോൾ ചെളിയും വെള്ളവും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ദുരന്തമുഖത്ത് നിന്ന് ജനങ്ങളുടെ നിലവിളികൾ ഈ ഒരു ഇരുട്ടത്തും അതുപോലെ തന്നെ മഴയിലും നിലവിളികൾ മാത്രമായിരുന്നു അവിടെ നിന്ന് ഉയരുന്നുണ്ടായിരുന്നത്. ആരെങ്കിലും ഓടി വരണേ, ഞങ്ങളെ രക്ഷിക്കണേ, ശ്വാസം കിട്ടുന്നില്ല, മണ്ണിനടിയിലാണ് എന്ന് നിലവിളിക്കുകയാണ് പ്രദേശവാസിയായ ഒരു അമ്മ. അവർക്കൊപ്പം ഭർത്താവും മകളും ചെളിയിൽ അകപ്പെട്ടിരിക്കുന്നു. ആരെങ്കിലും ഓടി വരണേ, ഞങ്ങളുടെ വീട് പോയി, കൂടെയുള്ള ആളെ രക്ഷിക്കാൻ പറ്റുന്നില്ല, ചെളിയുടെ ഉള്ളിലാണ് ഞങ്ങളുള്ളത്, അവർക്ക് ജീവനുണ്ടോ എന്നറിയില്ല, മണ്ണിന്റെ ഉള്ളിലാണ്, ഞങ്ങളുടെ വായയിലും ദേഹത്തൊക്കെ ചെളിയാണ്, എങ്ങനെയും ഞങ്ങളെ രക്ഷിക്കണം എന്ന് കരഞ്ഞ് നിലവിളിക്കുകയാണ്. പക്ഷേ ഈ ഒരു ഇരുട്ടത്തും അതുപോലെ തന്നെ ഈ കനത്ത മഴയിലും എത്രത്തോളം ആളുകളെ സഹായിക്കാൻ പറ്റുമെന്ന് അവിടെ നിന്നവർക്ക് പോലും കൃത്യമായി അറിയില്ലായിരുന്നു. മുണ്ടക്കയിൽ ഒരുപാട് ആളുകളാണ് ഇപ്പോഴും മണ്ണിനടിയിലായിട്ടുള്ളത്. രക്ഷപ്പെടാൻ വേണ്ടി ആളുകൾ പരക്കം പായുന്ന ഒരു കാഴ്ചയായിരുന്നു ഈ ഒരു ദുരന്തം ഉണ്ടായ സമയത്ത് കണ്ടിരുന്നത്. വണ്ടിയെടുത്ത് ആരെങ്കിലുമൊക്കെ മേപ്പാടി ഭാഗത്ത് നിന്ന് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ വേഗം വരൂ എന്ന് ഫോണിലൂടെ കരഞ്ഞു പറയുകയാണ് നാട്ടുകാർ. നേരം വെളുത്തപ്പോഴാണ് ചൂരൽമല അങ്ങാടി ഏറെക്കുറെ മണ്ണിലായ വിവരം പുറലോകം അറിയുന്നത്. ചൂരൽമല സ്കൂളിനോട് ചേർന്ന് പുഴ ഒഴുകുന്നുണ്ട്. മലവെള്ളപ്പാച്ചിലിൽ പുഴ ഗതി മാറി ഒഴുകി സ്കൂളിന്റെ പകുതിയോളം ഭാഗം വെള്ളത്തിനടിയിലായി. സാധാരണക്കാരുടെ തോട്ടം തൊഴിലാളികളും താമസിക്കുന്ന സ്ഥലമാണ് ചൂരൽമല. ഹാരിസൺസ് തേയില എസ്റ്റേറ്റ് കമ്പനിയുടെ സ്ഥലമാണ് ചൂരൽമലയുടെ ഭൂരിഭാഗവും. എത്ര പേർ മരിച്ചെന്നോ എത്ര പേർ കാണാതായെന്നോ നിലവിൽ വ്യക്തമായ ധാരണയില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. വയനാട് ദുരന്തത്തിൽ മരണസംഖ്യ 51 കടന്നിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി കനത്ത മഴയും പെയ്യുന്നുണ്ട്. വയനാട്ടിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് പോയ ഹെലികോപ്റ്റർ കോഴിക്കോട്ട് ഇറക്കി. മരണസംഖ്യ ഇനിയും ഉയരാമെന്നാണ് വിവരം. ചൂരൽമലയിൽ തകർന്ന വീടിനുള്ളിൽ നിന്നൊരു കുട്ടിയെ രക്ഷാപ്രവർത്തകർ ജീവനോടെ പുറത്തെടുത്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായി തുടരുകയാണെന്ന് ദൗത്യസംഘം വ്യക്തമാക്കി. മുണ്ടക്കയും അട്ടമലയും പൂർണ്ണമായി ഒറ്റപ്പെട്ട നിലയിലാണ്. ഇരു മേഖലകളിലുമായി 400ഓളം കുടുംബാംഗങ്ങളാണ് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നത്. മുണ്ടക്കൈ ട്രിവാലി റിസോർട്ടിൽ നാട്ടുകാരായ 100-ലധികം പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. കുടുങ്ങിയവരിൽ വിദേശികളും ഉൾപ്പെടുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനിയും അവിടെ ഒരുപാട് ആളുകളാണ് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുങ്ങിക്കിടക്കുന്ന ആളുകളെയെല്ലാം പതുക്കെയാണ് രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുന്നത്. കാരണം ഈ ഒരു പുഴ ഗതിമാറി അതിശക്തമായിട്ടാണ് ആ മേഖലയിൽ ഒഴുകുന്നത്. മാത്രമല്ല അവിടെ ഒരു പാലം ഉണ്ടായിരുന്നത് തകരുകയും ചെയ്തു. ഇപ്പോൾ താൽക്കാലിക പാലം കെട്ടാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും മരണസംഖ്യ ഉയരാം എന്നുള്ള വളരെ ദുഃഖകരമായ വാർത്തയാണ് വയനാട് നിന്ന് വരുന്നത്.